അത് എ പി ഉണ്ണികൃഷ്ണന്റെ മകളുടെ കഴിവ് തിരിച്ചറിഞ്ഞത് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇന്നലെ ഞങ്ങൾ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ കോടതിയിൽ നിന്ന് ആദ്യം വിളിച്ചത്, കേസിന്റെ ഇടയിൽ നിന്ന് വിളിച്ചത് തങ്ങളാണ്. അപ്പോൾ തങ്ങൾ പറഞ്ഞത് അവർ നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ്, അതുകൊണ്ട് വളരെ നന്നായി ഉയർന്നു വരും, അതുകൊണ്ട് അവർക്കൊരവസരം കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും അത് അപ്പോൾ എഗ്രി ചെയ്യാണ് ചെയ്തത്. അങ്ങനെയാണ് ഇന്നലെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് കോടതിയിലിരിക്കുന്ന സമയത്ത് കോൾ ചെല്ലുകയും തീരുമാനിക്കുകയും ചെയ്തത്. ദളിത് ലീഗ് നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന അന്തരിച്ച എ പി ഉണ്ണികൃഷ്ണന്റെ മകൾ അഡ്വക്കേറ്റ് എ പി സ്മിജിയും ഇപ്പോൾ ഈ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നുണ്ട്. താനാളൂർ ഡിവിഷനിൽ നിന്നാണ് അവർ മത്സരിക്കുന്നത്. ഒരു അച്ഛന്റെ പാതയിലേക്ക് വരികയാണ്. അതായത് ഒരു ജനകീയനായ നേതാവായിരുന്നു, പാർട്ടിക്ക് വേണ്ടി ജീവിച്ച, പാർട്ടിയിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അച്ഛന്റെ പാതയിലേക്ക് വരികയാണ്. അച്ഛൻ പ്രസ്ഥാനത്തിൽ എങ്ങനെ പ്രവർത്തിച്ചോ അതുപോലെ തന്നെ അച്ഛൻ തന്നെയാണ് എന്റെ റോൾ മോഡല്. അച്ഛൻ കൊണ്ടുപോയ കാര്യങ്ങളും അച്ഛൻ പഠിപ്പിച്ച ഒരുപാട് പാഠങ്ങളുണ്ട്, അതങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ പാർട്ടി എന്താണോ ആവശ്യപ്പെടുന്നത് അതാണ് അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത്, അതേ പാതയിൽ തന്നെ പിന്തുടരാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നേരത്തെ അറിഞ്ഞിരുന്നോ അതോ ഇത് പെട്ടെന്ന്? ഇല്ല, പെട്ടെന്ന് കോടതിയിൽ ഇരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഇങ്ങനെ ഒരു കോള് വരുന്നത്. ഞാൻ തന്നെ ആകെ അത്ഭുതപ്പെട്ടു പോയി. പിന്നെ എല്ലാവരും വിളിച്ചു, സംസാരിച്ചു, അങ്ങനെ ഒരു കോൺഫിഡൻസിലെത്തി ഇവിടെ എത്തി നിൽക്കുന്നു. ഇപ്പൊ നല്ല ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ ആത്മവിശ്വാസത്തിലാണ്, എല്ലാവരും കൂടെയുണ്ട്, ഹസ്ബൻഡും സാറും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി എല്ലാവരും കൂടെ നിന്ന് വിജയിപ്പിക്കുക, അതാണ്. നേതാക്കന്മാരൊക്കെ കണ്ടിരുന്നു. ഇങ്ങോട്ടാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് തങ്ങന്മാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പോകണം, എല്ലാവരും ഒന്നുകൂടെ കാണണം. അത് അത്ര പൊതുപ്രവർത്തനരംഗത്ത് ആദ്യമായിട്ടല്ലേ? അച്ഛന്റെ കൂടെ എല്ലായിടത്തും പോവാറുണ്ട്, പക്ഷെ മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ്. ആദ്യത്തെ ഒരു അനുഭവമാണ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്റെ. നല്ലൊരു മത്സരവും കാഴ്ചവെക്കാനും പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകാനാണോ ഇനി? അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നുകൂടെ മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാത്തിലും പ്രവർത്തിക്കാനും എല്ലാവരുടെ കൂടെ നിൽക്കാനും ആഗ്രഹമുണ്ട്. ഈ എ പി ഉണ്ണികൃഷ്ണൻ മുസ്ലിം ലീഗിന്റെ ഒരു എപ്പോഴും പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾക്ക് കൂടി അവസരം കൊടുക്കാനാണ്. അത് എ പി ഉണ്ണികൃഷ്ണന്റെ മകളുടെ കഴിവ് തിരിച്ചറിഞ്ഞത് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇന്നലെ ഞങ്ങൾ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ കോടതിയിൽ നിന്ന് ആദ്യം വിളിച്ചത്, കേസിന്റെ ഇടയിൽ നിന്ന് വിളിച്ചത് തങ്ങളാണ്. അപ്പോൾ തങ്ങൾ പറഞ്ഞത് അവർ നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ്, അതുകൊണ്ട് വളരെ നന്നായി ഉയർന്നു വരും, അതുകൊണ്ട് അവർക്കൊരവസരം കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും അത് അപ്പോൾ എഗ്രി ചെയ്യാണ് ചെയ്തത്. അങ്ങനെയാണ് ഇന്നലെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് കോടതിയിലിരിക്കുന്ന സമയത്ത് കോൾ ചെല്ലുകയും തീരുമാനിക്കുകയും ചെയ്തത്. അപ്പോൾ ഇപ്പോൾ പിന്നെ പബ്ലിക് മുഴുവൻ അത് തിരിച്ചറിയാൻ പോവാണ്. നല്ല കഴിവുള്ള ഉയർന്നു വരാവുന്ന ഒരു കുട്ടിയാണ് ഞങ്ങൾ ഈ ഡിവിഷനിൽ സ്ഥാനാർത്ഥി ആക്കിയിരിക്കുന്ന വക്കീൽ, അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും നേരുകയാണ്. ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത്തവണ യുവാക്കൾക്ക് കൂടുതൽ പരിഗണിച്ചിട്ടുണ്ടല്ലോ? നല്ലോണം പരിഗണിച്ചിട്ടുണ്ട്. യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങനെ അങ്ങ് പോകുന്നു. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ MSF, സ്റ്റേറ്റ് ലീഡേഴ്സ് മലപ്പുറം ജില്ലയിൽ കൊടുക്കാവുന്ന അത്ര പരിഗണന കൊടുത്തിട്ടുണ്ട്. അതുതന്നെയാണ് മറ്റു ജില്ലകളിലും സ്ഥിതി. എല്ലായിടത്തും നല്ല പ്രയോറിറ്റിയാണ് യൂത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ ജിസാൻ, പിന്നെ അതുപോലെ തഹലിയ, അങ്ങനെ അറിയപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. വേറെ ഉണ്ടാവും, ഞാൻ രണ്ടാളെ പേരെ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് കൂടുതൽ പറയുന്നത്. അവിടെ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് തന്നെ ജില്ലാ ഡിവിഷനിൽ യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ്, മിസ് ഹബ് ഉണ്ട്, PG ഉണ്ട്, ഒക്കെ ഉണ്ട്. നല്ല പ്രാതിനിധ്യമാണ് വരാൻ പോകുന്നത്. ബാക്കി ജില്ലകളുടെ ലിസ്റ്റൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. സംസ്ഥാനത്ത് നല്ലൊരു മുന്നേറ്റം ഉണ്ടാകാൻ കഴിയുമല്ലേ? വലിയ മുന്നേറ്റമുണ്ട്. UDF ലീഗ് എടുത്ത തീരുമാനങ്ങൾ വലിയ ശക്തിയാണ് ഉണ്ടാക്കുക. തിരുവനന്തപുരത്ത് ശ്രീ മുരളീധരനൊക്കെ വിളിച്ചിരുന്നു. അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അവിടെ വളരെ മുന്നോട്ട് പോയ പിന്നെ പ്രദേശമാണ്. കാരണം BJP ഭീഷണിയൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് വളരെ ഐക്യത്തോടു കൂടിയാണ് UDF പോണത്. ഏതായാലും ഒരു ജനകീയ നേതാവായിരുന്നു എ പി ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിന്റെ പാതയിലേക്ക് അദ്ദേഹത്തിന്റെ മകളും വരുന്നു. അതിൽ പാർട്ടി അവസരം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അൻവർ ചിക്കോടിനൊപ്പം ജംഷീർ കുടിഞ്ഞു, മീഡിയ 1 മലപ്പുറം.